ഒരു 15,000 രൂപ വരുന്ന ഫ്യൂൽ പമ്പിനെ കട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇറങ്ങുന്ന സകല വണ്ടികളും ഫ്യൂൽ പമ്പുള്ള വണ്ടികളാണ്. കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂൽ പമ്പ് കത്തിപ്പോവും. അണ്ണന്മാരും ചേച്ചിമാരും ഒക്കെ 50 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് റിസർവിലിട്ടും വണ്ടി ഓടാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, നമ്മുടെ ഫ്യൂൽ പമ്പ് കത്തിപ്പോവും. നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ ഒരു ഡെഡ് ഇൻഡിക്കേഷൻ തന്നെയാണ്. ഫ്യൂൽ ഇൻഡിക്കേഷൻ്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എണ്ണ അടിച്ചിട്ട് തന്നെ മുമ്പോട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക. ഫ്യൂൽ ടാങ്കിൽ ഒരു ഹാഫ് ടാങ്ക് എണ്ണയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ ഒരു 15,000 രൂപയുടെ ഫ്യൂൽ പമ്പിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നോക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാർഡായിരുന്നു. ഇതിൻ്റെ അകം എന്താ ഇങ്ങനെയാണ് വരുന്നത്. സാധാ നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ സ്റ്റാർട്ടർ മോട്ടർ കണ്ടിട്ടില്ലേ, അതേ കണക്ക് തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഈ പൊടിഞ്ഞൊക്കെ പോയിരിക്കുന്നത് മാഗ്നറ്റ് ആണ് കേട്ടോ. ഈ സാധാ മോട്ടറിലൊക്കെ വരുന്ന കണക്ക് ചെമ്പ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ മാഗ്നറ്റ് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ഇവിടെയാണ് അതിൻ്റെ ഒരു ബ്രഷ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ഫാൻ പോലത്തെ ഒരു സാധനം. നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ പെട്രോളിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് പമ്പ് ചെയ്യിപ്പിക്കും. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ.